ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് വേണ്ടി അനുവദിച്ചു തന്നതിനായി നന്ദി പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സുഹൃത്തുക്കൾ, കൂട്ടുകാർ വളരെയധികമാണ്. എന്നാൽ ഈ സൗഹൃദ അല്ലെങ്കിൽ ഈ കൂട്ടുകാർ അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കൾ ഇവർ നമ്മുടെ ജീവിതത്തിൽ ചില സമ്മർദ്ദങ്ങളിടും. അതുകൊണ്ട് തന്നെ ഈ സൗഹൃദ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ആരംഭിക്കുന്ന പല ദുശീലങ്ങളും ജീവിതത്തിൽ എത്രയധികം നമ്മളെ നശിപ്പിക്കുന്നു എന്ന് ഇന്ന് പകലിൽ പലരും തിരിച്ചറിയാറില്ല. ആദ്യമൊക്കെ അല്ലെങ്കിൽ പ്രാരംഭത്തിൽ ഒരു രസത്തിന് വേണ്ടി നമ്മൾ തുടങ്ങുന്ന പല കാര്യങ്ങളും പാപവഴികൾ മനുഷ്യനെ നിത്യനാശത്തിലേക്ക് നയിക്കുന്നു എന്ന് മറന്നു പോകരുത്. അങ്ങനെ പാപത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മൾ തന്നെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ, എല്ലാവരോടും വെറുപ്പ്, വിദ്വേഷം, പക, അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പോലും അറിയാതെ വളർന്നുകൊണ്ടിരിക്കും. ചില സമയത്ത് ഏകാന്തത അല്ലെങ്കിൽ നമ്മളൊക്കെ ഏകാന്ത തടവിലാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരുപാട് ആളുകൾ, അങ്ങനെ തന്നെ അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മരണം പ്രതീക്ഷിച്ച് കഴിയുന്ന ആളുകൾ പോലും നമ്മുടെ ഉള്ളിലുണ്ട്, മറന്നു പോകരുത്. ഒരിക്കൽ ഇതുപോലൊരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ, അദ്ദേഹം ജയിലിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയം, അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വേദപുസ്തകം കിട്ടി. ആ വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഉടക്കി. ആ വാക്യം എങ്ങനെയാ പറയുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ആ മനുഷ്യന്റെ ജീവിതത്തിൽ അത് വല്ലാത്ത ഒരു മാറ്റത്തിന് കാരണമായി തീർന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ ജീവനെടുക്കാൻ ശ്രമിക്കുന്നവരാണ്. അതിനപ്പുറത്ത് ഒരു ശത്രുവും അവനില്ല. താൻ സുരക്ഷിതനല്ല എന്ന് തോന്നുമ്പോൾ അവൻ അസ്വസ്ഥനാകും. അപ്പോൾ തന്നെ ചെറിയൊരു പ്രകോപനം ഉണ്ടാകുമ്പോൾ പോലും സാധാരണക്കാരൻ അങ്ങനെ കോപിക്കുക, വിദ്വേഷം അവനിൽ നിറയുക, പലരോടും വൈരാഗ്യം കാണിക്കുക, വെറുപ്പ് കാണിക്കുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, തൻ്റെ ജീവൻ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്തും ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നവർക്കായിട്ട് യേശു പ്രാർത്ഥിക്കുകയാണ്. യേശു ഒരു സാധാരണ മനുഷ്യനായി ആയതുകൊണ്ട് അല്ല അങ്ങനെ പ്രാർത്ഥിച്ചത്. യേശു തന്നെ പറഞ്ഞു, അവിടുന്ന് ദൈവമായതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കഴിഞ്ഞത്. അല്പം പോലും ദയയും കരുണയും ഇല്ലാതിരുന്ന തൻ്റെ ഹൃദയത്തിൻ്റെ ആ ചിന്ത യേശുവിൻ്റെ ആർദ്രതയും സ്നേഹവും കൊണ്ട് നിറയുവാൻ ഇടയാകണം. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയം കൂടുതൽ കൂടുതൽ കഠിനമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ വാക്ക്, പിതാവേ അവരോട് ക്ഷമിക്കണമേ, ആ ഒറ്റ വാക്ക് നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മുടെ പാപങ്ങളെ മുഴുവൻ ഏറ്റുപറയുവാൻ ഇന്ന് പകലിടയാകണം. നമ്മളോട് ക്ഷമിക്കുന്നൊരു ദൈവമുണ്ട്, നമ്മളെ കരുതുന്നൊരു ദൈവമുണ്ട്.
നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ നോക്കി നികൃഷ്ടമായ അല്ലെങ്കിൽ അധമനാണെന്ന്, ഞാൻ പലതിലും പരമനീചനാണെന്ന്, കഠിന ഹൃദയനാണെന്ന്, പാപിയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചാപ്പ കുത്തുമ്പോൾ യേശുവിൻ്റെ സ്നേഹം ഇന്നു പകൽ നമ്മളെ തേടി വരുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഒരു വാക്യം കൂടി വേദപുസ്തകത്തിൽ, ആ വാക്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അതുതന്നെയല്ല പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്ന എന്നിലേക്ക് യേശുവിൻ്റെ സ്നേഹം ഒരു നദി പോലെ പ്രവഹിച്ചു. പ്രിയമുള്ളവരെ, യേശുവിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല. നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു കുറ്റവും കുറവും നമ്മുടെ ഉള്ളിലില്ല. ചെയ്തു കൂട്ടിയ കുറ്റങ്ങളുടെ ഫലമായി മരണശിക്ഷ നേരിടേണ്ടി വരുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതിന് മുൻപിലും നിത്യജീവൻ നമുക്ക് വേണ്ടി തരാൻ, നമുക്കൊരു മോചനം തരാൻ ദൈവം വിശ്വസ്തനാണ്. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവികമായ ആ ഒരു പ്രീതി, വാത്സല്യം ഇന്നും ഒരു നദി പോലെ പ്രവഹിക്കുകയാണ്. സമയം ഇനിയും വൈകിട്ടില്ല. ഒരുങ്ങാം, ദൈവത്തോട് നിലവിളിക്കാം, ദൈവത്തോട് കാര്യങ്ങൾ പറയാം. സർവശക്തൻ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.